ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫിസിക്സ് ക്ലാസിന്റെ 5ാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു പേര്? ലോസ് ഓഫ് മോഷൻ. 2 ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ലോ ഓഫ് മോഷനും ചർച്ച ചെയ്തു, സെക്കൻഡ് ലോ ഓഫ് മോഷനും ചർച്ച ചെയ്തു. കുറച്ച് പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ലീനിയർ മൊമെന്റം, ഫോഴ്സ്, ഇമ്പൾസ്. ഇത്രയും പഠിച്ച ഭാഗങ്ങളിൽ നമുക്ക് 1-2 പ്രോബ്ലങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം. എന്നിട്ട് തേർഡ് ലോ ഓഫ് മോഷനിലേക്ക് നമുക്ക് പോകണം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: എ ബുള്ളറ്റ് ഓഫ് മാസ്, NCERT ക്വസ്റ്റ്യൻ ആണ്. എ ബുള്ളറ്റ് ഓഫ് മാസ് 0.04 കിലോഗ്രാം മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 90 meter per second enters a heavy wooden block and stopped after a distance of 60 meter. What is the average resistance force exerted by the block on the bullet? ക്വസ്റ്റ്യന്റെ അർത്ഥം: 0.04 കിലോഗ്രാം മാസുള്ള ഒരു ബുള്ളറ്റ് 90 meter per second വേഗത്തിൽ പോയിട്ട് ഒരു വുഡൻ ബ്ലോക്കിന്റെ മുകളിൽ തറച്ചു. എന്നിട്ടൊരു 60 സെന്റിമീറ്റർ ദൂരം അതിന്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറിയിട്ട് റെസ്റ്റിലായി. അങ്ങനെയാണെങ്കിൽ എത്ര റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് ആ ബ്ലോക്ക് ആ ബുള്ളറ്റിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്? തന്നിട്ടുള്ള ഡാറ്റ ആദ്യം എഴുതാൻ അറിയണം. മാസ് ഓഫ് ദ ബുള്ളറ്റ് തന്നിട്ടുണ്ട് 0.04 കിലോഗ്രാം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, കിലോഗ്രാമിൽ തന്നെയാണ്. പിന്നെ തന്നിരിക്കുന്ന അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ് വെലോസിറ്റി? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് u 90 meter per second ആണ്. അപ്പൊ അതും യൂണിറ്റ് ശരിയാണ്, ഇനീഷ്യൽ വെലോസിറ്റിയാണ്. എന്റേഴ്സ് എ വുഡൻ ബ്ലോക്ക് ആൻഡ് സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനൽ വെലോസിറ്റി 0. എത്ര സെന്റിമീറ്റർ നീങ്ങിയിട്ടാണ് ഡിസ്റ്റൻസ്? അതിന്റെ ഇടയിൽ അയാൾ ആ ബ്ലോക്കിന്റെ മുകളിൽ s ദൂരം പോയിട്ടുണ്ട്. ആ s ദൂരം എത്രയാണ്? 60 സെന്റിമീറ്റർ ആണ്. 60 സെന്റിമീറ്റർ ആണ്. അപ്പൊ അവിടെ യൂണിറ്റ് മീറ്ററിലാക്കണം. 60 into 10⁻⁻² അല്ലെങ്കിൽ 0.6 മീറ്റർ. ഇനി എന്താ തന്നിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഫോഴ്സ്? എഫ് ആണ് ചോദ്യം. വാട്ട് ഈസ് എഫ്? ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്കറിയാം F = ma ആണ്, അല്ലെ? അതിൽ m തന്നിട്ടുണ്ടെങ്കിൽ a കിട്ടണം. യുവും വിയും എസും അറിയാമെങ്കിൽ a കണ്ടുപിടിക്കാനുള്ള വഴി നമുക്കറിയാവുന്നത് v² = u² + 2as. എന്താ അത് ഉപയോഗിക്കാൻ കാരണം? സമയം തന്നിട്ടില്ല, ടൈം ഇല്ലാത്ത റിലേഷൻ ഉപയോഗിക്കാം. അപ്പൊ v² = u² + 2as. സോ a = v² - u² / 2s. സോ ദാറ്റ് is equal to v² 0 - u² എത്ര വരിക? 90². ദാറ്റ് ഈസ് 9981 ഡിവൈഡഡ് ബൈ 2s. 2 into s എത്രയാണ്? 0.6. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുക സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -6750 meter per second square. നെഗറ്റീവ് കാണിക്കുന്നത് എന്താണ്? റിട്ടാർഡേഷൻ എന്ന് കാണിക്കും. Therefore force is equal to m into a ആണ്. That's equal to m എത്രയായിരുന്നു? 0.04 into -6750. Answer will be -270 Newton. ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് റെസിസ്റ്റീവ് ഫോഴ്സ് എന്നാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ചെയ്യാൻ അറിയണം. ഇനി പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്: ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y = ut + ½ gt². ഇത് എക്സാമിനേഷൻ ചോദിച്ച ചോദ്യമാണ്, NCERT ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ പാർട്ടിക്കിൾ. ഒരു വസ്തുവിന്റെ മുകളിൽ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m, മാസ് തന്നിട്ടുണ്ട് m ആണ്. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ, അതിന്റെ ചലനം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് y = ut + ½ gt² ആണ്. ½ gt² ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ പാർട്ടിക്കിൾ. ഇത് പാർട്ടിക്കിളിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാനാണ്. നമുക്ക് F = ma ആണ്. m അറിയാം. a കാണണമെങ്കിൽ d²y/dt² ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എങ്ങനെയാണ് കാണാം. അപ്പൊ ആദ്യം നമുക്ക് dy/dt കാണണം. dy/dt കാണണം. പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. അപ്പൊ dy/dt, അതായത് v എന്നർത്ഥം, dy/dt. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ u t നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. u കോൺസ്റ്റന്റ് ആണ്. t നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഉത്തരം 1 ആണ്. അപ്പൊ u × 1 പ്ലസ് ½ കോൺസ്റ്റന്റ് ആണ്, g കോൺസ്റ്റന്റ് ആണ്,
ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2t. ഇത് നമ്മൾ ഡിഫറൻസിയേഷന്റെ ക്ലാസ് നന്നായിട്ട് നോക്കുക. അവിടെ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് കാണിച്ചിട്ടുണ്ടാവും. ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2t ആണ്. ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ആണ്. എങ്ങനെയാണ്? x raised to n നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ d by dx of x raised to n equal to n x raised to n minus 1 എന്നുള്ള ഫോർമുല. അപ്പൊ ഇവിടെ t raised to 1 നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 into t raised to 1 minus 1. 1 minus 1 0. അപ്പൊ t raised to 0 1 ആയി പോകും. അതാണ് ഇവിടെ 1 വന്നത്. ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 into t raised to 2 minus 1. That is 2 into t raised to 1. അതാണ് 2t എന്ന് എഴുതിയത്. ബാക്കി കോൺസ്റ്റന്റുകളൊന്നും ചെയ്യണ്ട. സോ നമുക്ക് ആരെ കിട്ടി? ദാറ്റ്സ് ഈക്വൽ ടു u പ്ലസ് ഈ 2 വെട്ടിപ്പോയി gt. ഇതാണ് വെലോസിറ്റി dy by dt. ഇനി ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു dv by dt ആണ് അല്ലെ. ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ d സ്ക്വയർ y by dt സ്ക്വയർ എന്ന് എഴുതാം. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു പൊസിഷനെ. ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ du by dt. u കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഉത്തരം 0 ആണ്. പ്ലസ് g അവിടെ നിൽക്കട്ടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് t നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഉത്തരം 1 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു a ഈക്വൽ ടു എന്ത് കിട്ടി? 0 പ്ലസ് g, ദാറ്റ് ഈസ് g. സോ f ഈക്വൽ ടു ma. Therefore f ഈക്വൽ ടു m into a ന്റെ സ്ഥാനത്ത് g ആണ് കിട്ടിയത്. ഉത്തരം f ഈക്വൽ ടു mg. ഈ പ്രോബ്ലവും ചെയ്യാൻ അറിയണം. പബ്ലിക് എക്സാമിനേഷൻ ചോദിച്ചതാണ്. NCERT ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് 2 പ്രോബ്ലം കൂടി ചെയ്യാം. പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം അറിയുന്ന കുട്ടികൾക്ക് അറിയേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A constant retarding force 50 ന്യൂട്ടൺ. റിട്ടാർഡിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് എഴുതണം. -50 ന്യൂട്ടൺ ആയി അർത്ഥം. റിട്ടാർഡിംഗ് ഫോഴ്സ് ഇസ് അപ്ലൈഡ് ടു എ ബോഡി ഓഫ് മാസ്. മാസ് വന്നിട്ട് എത്രയാണ്? 20 കിലോഗ്രാമിന്റെ മുകളിലാണ് ഈ ഫോഴ്സ് എക്സേർട്ട് ചെയ്തത്. മൂവിംഗ് ഇനീഷ്യലി വിത്ത് സ്പീഡ് ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യലി ആയുള്ള സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഹൗ ലോങ് ഡസ് ദ ബോഡി ടേക്ക് ടു സ്റ്റോപ്പ്? എത്ര സമയം കഴിഞ്ഞ് ആ വസ്തു നിൽക്കും? അതായത് നിൽക്കും എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0. അതിന് വേണ്ട ഹൗ ലോങ്, എത്ര സമയം എന്നാണ് ചോദ്യം. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ ദൂരമല്ല, സമയമാണ്. അപ്പോ 50 ന്യൂട്ടൺ റിട്ടാർഡിംഗ് ഫോഴ്സ് 20 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ മുകളിൽ ആക്ട് ചെയ്തു. അയാൾ 15 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ പോവുകയായിരുന്നു. അത് അയാൾ നിൽക്കുന്നതിന് മുമ്പ് എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് സമയം കാണണം. ആദ്യം നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിക്കാം. f ഈക്വൽ ടു ma ആണ്. സോ a is equal to f by m ആണ്. ദാറ്റ്സ് ഈക്വൽ ടു -50. മൈനസ് എഴുതാൻ കാരണം എന്താണ്? റിട്ടാർഡിംഗ് ഫോഴ്സ് ആയതുകൊണ്ടാണ്. അതായത് റിട്ടാർഡേഷൻ ഉണ്ടാക്കുന്നതാണ്. ഡിവൈഡഡ് ബൈ 20. ദാറ്റ്സ് ഈക്വൽ ടു -5/2. ദാറ്റ്സ് ഈക്വൽ ടു -2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നർത്ഥം. അപ്പൊ നമുക്ക് റിട്ടാർഡേഷൻ കിട്ടി, നെഗറ്റീവ് സൈനിൽ കിട്ടി. ഇനി നമുക്ക് ടൈം കാണാൻ ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റിക്ക് അറിയാമെങ്കിൽ v is equal to u plus at ഇക്വേഷൻ എഴുതാൻ അറിയണം. v ന്റെ സ്ഥാനത്ത് 0, u ന്റെ സ്ഥാനത്ത് 15 മൈനസ് a ന്റെ സ്ഥാനത്ത് 2.5 into t. So 2.5 t is equal to 15. So t is equal to 15/2.5. That's equal to എത്ര പ്രാവശ്യം പോവും? 15/2.5. That's equal to 6 സെക്കൻഡ് എന്ന് കിട്ടും. ഉത്തരം 6 സെക്കൻഡ് കഴിഞ്ഞാൽ ആ സാധനം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇമ്പൾസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് f is equal to ma, അതുപോലെ തന്നെ v is equal to u plus at, v square is equal to u square plus 2as, s equal to ut plus half at square എന്നുള്ള ഇക്വേഷൻസിനെയൊക്കെ ഒന്നിച്ച് കണക്ട് ചെയ്യാൻ, അതായത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളും കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് അറിയണം എന്നർത്ഥം. ഇനി ഇമ്പൾസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കും. NCERTയിൽ ചോദിച്ച ചോദ്യമാണ്. എ ബാറ്റ്സ്മാൻ, ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എ ബോൾ, പന്ത് തിരിച്ചടിച്ചു. സ്ട്രേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ബൗളർ, ബൗളർ എറിഞ്ഞ അതേ ഡയറക്ഷനിലാണ് പന്തിനെ തിരിച്ചുവിട്ടത്. ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. 15 മീറ്റർ പെർ സെക്കൻഡിനെ 12 മീറ്റർ പെർ സെക്കൻഡിൽ വന്ന സ്പീഡിനെ അതേപോലെ തിരിച്ച് അടിച്ചു. ഇഫ് ദ മാസ് ഓഫ് ദ ബോൾ ഈസ് 0.15 കിലോഗ്രാം, ഡിറ്റർമിൻ ദ ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദ ബോൾ, അസ്യൂം ലിനിയർ മൊമെന്റം ഓഫ് ദ ബോൾ. അപ്പൊ എന്താണ്? ഒരു പന്ത് വന്നു, പന്തിന്റെ മാസ് തന്നിട്ടുണ്ട് m ഈക്വൽ ടു 0.15 കിലോഗ്രാം ആണ്. അയാളുടെ സ്പീഡ് u ഈക്വൽ ടു 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ വന്ന പന്തിനെ അതേ ഡയറക്ഷനിൽ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ച് അതേ സ്പീഡിൽ വിട്ടു. സോ ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു -12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് മനസ്സിലാവണം. അതേ സ്പീഡ് മാറിയില്ല, പക്ഷെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആക്കി. നേരെ സ്ട്രെയിറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന നമ്മുടെ ബൗളറുടെ അതേ ഡയറക്ഷനിലേക്ക് തിരിച്ച് അതേ സ്പീഡിൽ തന്നെ പന്തിനെ വിട്ടു. എത്രയാണ്? ഇഫ് ദ ബോൾ ഓഫ് മാസ് ഓഫ് ദ ബോൾ തന്നു, ഡിറ്റർമിൻ ദ ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദ ബോൾ. ഇമ്പൾസ് ആണ് ചോദ്യം. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു
നിങ്ങൾക്കറിയാം എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഇമ്പോർട്ടന്റ് ആണ്. മൊമെന്റം ഇമ്പൾസ് പ്രിൻസിപ്പിൾ, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ദാറ്റ്സ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എം തന്നിട്ടുണ്ടല്ലോ 0.15 ഇൻറ്റു വി എത്രയാണ് മൈനസ് 12 മൈനസ് യു എത്രയാണ് 12. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 0.15 ഇൻറ്റു ഇതൊന്നും വെട്ടിക്കളയരുതേ, ഇൻറ്റു മൈനസ് 24 അല്ലെ. ദാറ്റ്സ് ഈക്വൽ ടു എത്രയോ ഉത്തരം കിട്ടുക? ഉത്തരം കിട്ടുന്നത് മൈനസ് 3.6. യൂണിറ്റ് എന്താണ്? ഫോഴ്സ് ന്യൂട്ടൺ, സമയം സെക്കൻഡ്. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് മൈനസ് 3.6 ന്യൂട്ടൺ സെക്കൻഡ്സ് ആണ് ഇമ്പൾസ്. ആ ബാറ്റ് ആ പന്തിന്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പൾസ് മൈനസ് 3.6 ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ചോദിക്കും. ഇമ്പൾസ് കാണാൻ പറയും. ഇതേപോലെ ഒരു പന്ത് നിലത്ത് വീണിട്ട് തിരിച്ചു പൊന്തിയാൽ എത്രയാണെന്ന് ചോദിക്കും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഈ ഫോഴ്സ് അറിയാമെങ്കിൽ ഒന്നുകിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടൈം തന്നില്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെ പ്രോബ്ലങ്ങൾ വരും. ആദ്യം ഇമ്പൾസ് കാണാം. ഇമ്പൾസ് കണ്ടിട്ട് ഇമ്പൾസ് എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതുക. അതിൽ എഫ് അറിയാമെങ്കിൽ ഡെൽറ്റ ടി കാണാം, അതല്ല ഡെൽറ്റ ടി അറിയാമെങ്കിൽ എഫ് കാണാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി തന്നിട്ടുണ്ട്. ഒരു വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. എക്സ് മീറ്ററിലാണ്, ടി ടൈമിലാണ്, ടി സെക്കൻഡിലാണ്. ഗ്രാഫ് ഇങ്ങനെയാണ്. ഇനീഷ്യലി വസ്തു 0 സെക്കൻഡിന് മുമ്പ് ഇവിടെ തന്നെയായിരുന്നു. പിന്നെ 0 സെക്കൻഡ് ആയപ്പോ ഇവിടെ ഒരു 3 മീറ്റർ കാണിച്ചിട്ടുണ്ട്. 0 സെക്കൻഡിൽ ഇയാൾ യാത്ര തുടങ്ങി. 4 സെക്കൻഡ് വരെ അയാൾ ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടിയത്. ഇത് 3 മീറ്റർ ആണ്. പിന്നെ 4 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഗ്രാഫ് വീണ്ടും സ്ട്രൈറ്റ് ലൈൻ പാരലൽ ആയിട്ട് മാറി. പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ചോദ്യം. ദ ഫിഗർ ഷോസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് 4 കിലോഗ്രാം. വസ്തുവിന്റെ മാസ് 4 കിലോഗ്രാം ആണ് തന്നത്. അതിൽ ചോദ്യം എ, പൊസിഷൻ ടൈം ഗ്രാഫ് തന്നു. ചോദ്യം എ, ഫൈൻഡ് ദ ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ. ഫോഴ്സ് കാണണം. ഫോഴ്സ് കാണണം. ടി ലെസ് ദാൻ 0. 0 സെക്കൻഡിന് മുമ്പ് ആ വസ്തുവിന്റെ ഫോഴ്സ് കാണണം. 0 സെക്കൻഡിന് മുമ്പ് വസ്തു നോക്കൂ, പൊസിഷൻ 0 ആണ് അല്ലെ. പൊസിഷൻ മാറുന്നില്ല, റെസ്റ്റിലാണ്. പൊസിഷൻ മാറുന്നില്ല, അത് 0-ലാണ് ഇരിക്കുന്നത്. പൊസിഷനും മാറുന്നില്ല. സോ 0-ന് മുമ്പ് റെസ്റ്റിലാണ്. റെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. ഇനി ടി ഈസ്, അടുത്തത് ചോദിച്ചത് ടി ഈസ് ഗ്രേറ്റർ ദാൻ 4 സെക്കൻഡ്സ്. 4 സെക്കൻഡിനെക്കാളും കൂടുതലാവുമ്പോൾ ഫോഴ്സ് എത്രയാണ്? 4 സെക്കൻഡ് കഴിഞ്ഞിട്ട് നോക്കൂ, വീണ്ടും സ്ട്രൈറ്റ് ലൈൻ അല്ലേ. പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആണല്ലോ. അപ്പൊ എന്താണ്? സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ എന്താണ്? വീണ്ടും റെസ്റ്റിൽ തന്നെയാണ്, റെസ്റ്റ്. അപ്പൊ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. ഇനി ടി ഈസ് ഗ്രേറ്റർ ദാൻ 0 സെക്കൻഡ്സ് ആൻഡ് ടി ഈസ് ലെസ് ദാൻ 4 സെക്കൻഡ്സ്. ഇങ്ങനെയാണെങ്കിലോ 4 സെക്കൻഡിനേക്കാളും കുറവ്, അതായത് ഇവിടെ 0 സെക്കൻഡിനേക്കാളും കൂടുതൽ, ഇത്രയും ഭാഗത്ത് എന്താണ്? സ്ട്രേറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ആണെങ്കിൽ എന്താണ്? യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഉണ്ടോ? വെലോസിറ്റി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 0. Therefore again force is equal to 0. അപ്പോ ഇവിടെയും ഫോഴ്സ് 0. ഈ സമയത്ത് 0-ന് 4 സെക്കൻഡ് വേണമെങ്കിൽ ഫോഴ്സ് 0. 4 സെക്കൻഡിന് ശേഷവും ആ വസ്തുവിന്റെ മുകളിൽ അനുഭവപ്പെട്ട ഫോഴ്സ് 0. നല്ല ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കുക. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റൻ ഇതാണ്. ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ഇമ്പൾസ് അറ്റ് t is equal to 0 and t is equal to 4 seconds. 0 സെക്കൻഡ് ആവുമ്പോ ഇമ്പൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇമ്പൾസ് എന്താണ്? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെ. അപ്പോ t is equal to 0 സെക്കൻഡ് ആവുമ്പോ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? 0 ആയിരുന്നു അല്ലെ. റെസ്റ്റിലായിരുന്നു 0-ന് മുമ്പ്. ഞാൻ 0 സെക്കൻഡ് കഴിഞ്ഞോട് കൂടിയിട്ട് എന്തായി? അയാളുടെ വെലോസിറ്റി v is equal to, നോക്കൂ, സ്ട്രേറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ആണ്. വെലോസിറ്റി കാണാൻ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കാണാൻ നമ്മൾ ഇങ്ങനെ ചെയ്യൂലേ, അല്ലേ? ചെരിവ് കാണാൻ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് 3 അല്ലെ. സോ 3 ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഈസ് 4. യൂണിറ്റ് ഒക്കെ മീറ്ററും സെക്കൻഡും ആണ്. സോ മീറ്റർ പെർ സെക്കൻഡ്. സോ ദാറ്റ്സ് ഈക്വൽ ടു, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? m ഇൻറ്റു v മൈനസ് u. ദാറ്റ്സ് ഈക്വൽ ടു m എത്രയാണ് പറഞ്ഞത്? 4 ഇൻറ്റു v മൈനസ് u. v എത്രയാണ്? 3/4
മൈനസ് യു എത്രയാണ് 0 സെക്കൻഡിന്റെ മുമ്പ് പിമ്പിയാണ് പറഞ്ഞത്. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 എത്രയാണ് യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. ഇനി ടി ഇസ് ഇക്വൽ ടു 4 സെക്കൻഡ് ആവുമ്പോ എന്താ സംഭവിക്കുക? യു ഈക്വൽ ടു ടി ഇസ് ഇക്വൽ ടു 4 സെക്കൻഡ് ആവുമ്പോ ഈ 4 സെക്കൻഡിന്റെ തൊട്ട് മുമ്പ് എന്തായിരുന്നു? 3/4 മീറ്റർ പെർ സെക്കൻഡിലാണ്, യൂണിഫോം മോഷനിലാണ്. അപ്പൊ യു ഇസ് ഇക്വൽ ടു 3/4 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് വി ഈക്വൽ ടു 4 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആയി. സോ ഇറ്റ് ബിക്കംസ് റെസ്റ്റ് വെലോസിറ്റി 0 ആയി. സോ ഇമ്പൾസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു, ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? എം 4 ഇൻറ്റു വി എത്രയാ? 0, റെസ്റ്റിലാണ്, മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി അപ്പൊ 3/4 4 സെക്കൻഡ് മുമ്പ്, ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3 ന്യൂട്ടൺ സെക്കൻഡ്. അപ്പൊ 0 സെക്കൻഡിൽ 3 ന്യൂട്ടൺ സെക്കൻഡ് ആണ് ഇമ്പൾസ്. 4 സെക്കൻഡ് ആവുമ്പോൾ അയാൾക്ക് മൈനസ് 3 ന്യൂട്ടൺ സെക്കൻഡ് ആണ് ഇമ്പൾസ്. ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നും പറയാവുന്നതാണ്. ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം. ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ്? നമ്മൾ പഠിച്ച ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ഇമ്പൾസ്, ലീനിയർ മൊമെന്റം എന്നിവ തമ്മിലുള്ള ബന്ധങ്ങൾ. അതായത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എഫ് ഇസിക്കൽ ടു എം എ അല്ലെങ്കിൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടിയും ഇമ്പൾസും മൊമെന്റും തമ്മിലുള്ള ബന്ധം ഇമ്പൾസ് ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ഇന്റർവൽ, ദാറ്റ്സ് ഇക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്ന കാര്യവും വെരി ഇമ്പോർട്ടന്റ് ആണെന്ന് ചുരുക്കം. നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻസിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. മൊമെന്റവും ടൈമും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഇതിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്. ഇവിടെ മൊമെന്റം എടുത്തു, പി എന്നുള്ള അക്ഷരം കൊണ്ട് കാണിച്ചു, ഇവിടെ ടൈം എടുത്തു. ഗ്രാഫ് എങ്ങനെയാണ്? 0, 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 10 മൊമെന്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിക്കോട്ടെ, 20. എന്തായിരിക്കും വരിക? 0 മുതൽ 2 സെക്കൻഡ് വരെ നോക്കൂ, മൊമെന്റം മാറിയിട്ടുണ്ടോ? സോ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ് 10 ആണ്. സോ ഡെൽറ്റ പി ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ടു 0 അല്ലെ? 0 മുതൽ 2 സെക്കൻഡ് വരെ മൊമെന്റം മാറിയിട്ടില്ല, 10 തന്നെയാണ്. സോ മൊമെന്റത്തിന്റെ ചേഞ്ച് 0 ആണ്. Therefore എഫ് ഈക്വൽ ടു ഫോഴ്സ് എത്രയെന്ന ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 0/2 അല്ലെ? 2 സെക്കൻഡ് ഈക്വൽ ടു 0. ഓർമ്മയിൽ വയ്ക്കുക. ഇനി 2 മുതൽ 4 സെക്കൻഡ് വരെ ഒന്ന് നോക്കൂ. ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം 20 മൈനസ് 10 ഈക്വൽ ടു 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി, അതാണ് ഫോർമുല. യൂണിറ്റ് ഇങ്ങനെ വന്നത്. ആൻഡ് ഡെൽറ്റ ടി നമുക്കറിയാം. സോ എഫ് ആ സമയത്തുള്ള ഫോഴ്സ് എത്രയാണ്? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ന്യൂട്ടന്റെ സെക്കൻഡിലാണ് എഴുതിയത്. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ഇന്റർവൽ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഡെൽറ്റ പിയുടെ സ്ഥാനത്ത് 10 ബൈ ചേഞ്ച് ഇൻ ടൈം എത്രയാണ്? 4 നിന്ന് 2 സെക്കൻഡിനുള്ള വ്യത്യാസം 2, ദാറ്റ്സ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പൊ 0 മുതൽ 2 സെക്കൻഡ് നേരത്തേക്ക് മൊമെന്റം മാറാത്തത് കൊണ്ട് ഫോഴ്സ് 0 ആണ്. 2 മുതൽ 4 സെക്കൻഡ് വരെ മൊമെന്റം മാറിയിട്ടുണ്ട്. മൊമെന്റം മാറിയപ്പോ ഫോഴ്സ് 5 ന്യൂട്ടൺ ആണ്. അപ്പൊ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഓഫ് മൊമെന്റം ടൈം ഗ്രാഫ് ഗീവ്സ് ഫോഴ്സ്. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ സ്ലോപ്പ് എന്താ വരിക? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ഇന്റർവൽ. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ഇന്റർവൽ ആണ് ഫോഴ്സ്. അപ്പൊ മൊമെന്റം ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ത് തരും എന്ന് ചോദിച്ചാൽ ഫോഴ്സ് ആണ്. ഇവിടെ മൊമെന്റം ടൈം ഗ്രാഫിന് സ്ലോപ്പ് ഇല്ല, 0 മുതൽ 2 സെക്കൻഡ് വരെ. അപ്പോൾ ഫോഴ്സ് 0 ആണ്. ഇവിടെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെന്ന് മനസ്സിലാവും. ഇനി മൊമെന്റം കുറയുന്ന ഗ്രാഫാണ്. ഇങ്ങനെ വന്നതെങ്കിലോ? ഇവിടെ മൊമെന്റ് എടുത്തു, ഇവിടെ ടൈം എടുത്തു, ഗ്രാഫ് ഇങ്ങനെയാണ് വന്നതെങ്കിലോ? അപ്പൊ സ്ലോപ്പ് നെഗറ്റീവ് ആണ് അല്ലെ? സ്ലോപ്പ് ഈക്വൽ ടു നെഗറ്റീവ് ആണ്. ഫോഴ്സ് ഈക്വൽ ടു നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ എന്ത് ഫോഴ്സ് ആണ് പറയാ? റിട്ടാർഡിങ് ഫോഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ചെയ്തത്. സിമ്പിൾ ആണ്, കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷനും അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റവും ആണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇത്രയും നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുക.